ഞാനിവിടെ അപ്പോളോ ഹോസ്പിറ്റലില് പോസ്റ്റ് ഓഫിലെ സ്റ്റാഫാണ്. കൂടാതെ ഞാനൊരു 31 ആഴ്ച പ്രഗ്നന്റ് ആയ ലേഡിയാണ്. ഈ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഈ വെയിലത്ത് നിൽക്കുന്നതിന് തീർത്തും മീൻസ് ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. കാരണം ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ സാലറി കൊണ്ട് ഇവിടുത്തെ ഹോസ്റ്റൽ ഫീസ്, ഞാനിവിടെ ഒരു ഹോസ്റ്റലറാണ്, ഹോസ്റ്റൽ ഫീസ് പ്ലസ് ബസ് ഫുഡ്, അതുപോലെ ഞങ്ങളുടെ ട്രാവൽ ഫീസ്, ട്രാവലിന് പോകുന്ന പൈസ, അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താണ് കുട്ടികളെ ഫാമിലി കാര്യങ്ങൾ നോക്കാനായിട്ടാണെങ്കിലും, പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് ഒക്കെ കൂടി കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. അടുത്ത മാസം എനിക്ക് ഡെലിവറി ആണെങ്കിൽ പോലും എന്റെ കയ്യിൽ ഒന്നുമില്ല മിച്ചം പിടിക്കാനായിട്ട്, ഡെലിവറിക്കായിട്ട് കൊടുക്കാനായിട്ടാണെങ്കിൽ പോലും പൈസ ഇല്ലാതിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഇങ്ങനെ ഒരു സമരം. ഞങ്ങൾക്കാണെങ്കിൽ ബേസിക് സാലറി കൂട്ടി തരാൻ പറയുന്നത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ എപ്പോഴും 6 hours ഡ്യൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും 6 hours അല്ല, ഞങ്ങൾ അതിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. ഇവർ പറയുന്ന കൂടുതൽ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമസ്കാരം. നമ്മുടെ ഭൂമിയിലെ മാലാഖമാരും മനുഷ്യരാണ്. അവരെ മാലാഖയായിട്ട് കണ്ടില്ലെങ്കിലും മനുഷ്യത്വപരമായിട്ടെന്നെങ്കിലും ഒന്ന് കാണേണ്ടതുണ്ട്. അവര് പറയുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 6 hours പ്ലസ് ഇവരുടെ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇവരാണ് വീക്ക്ലി 3 days ഞങ്ങൾക്ക് ക്ലാസ്സും വെക്കുന്നുണ്ട്. ഇതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഇവരൊരിക്കലും സമ്മതിച്ചു തരാത്ത ഭയങ്കര കഷ്ടമുള്ള കാര്യം തന്നെയാണ്. മറ്റാരെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ നേഴ്സുമാരെ പറ്റിയാണ്. കാരണം അവരുടെ ഒരു ജോലിയെപ്പറ്റി, അവരുടെ ജോലിയുടെ കാഠിന്യത്തെപ്പറ്റി സാമാന്യ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു മിനിമം വേതനത്തിന് വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് എത്ര കഷ്ടപ്പെട്ട് ഇപ്പോൾ സമരം ചെയ്യുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ പറയാനായിട്ട് ഇവിടെ ആണെങ്കിൽ വർക്ക് ലോഡ് എന്ന് പറയുന്നത് നല്ല പോലെ ഉണ്ട്. ഞങ്ങൾ ഈ ഡ്യൂട്ടി, പേഷ്യന്റ് കെയർ എല്ലാം കൊടുക്കുന്നത്, അതിന്റെ കൂടെ തന്നെ ഫയർ വർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ 6 hours പ്ലസ് ഈ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്താൽ പോലും ഞങ്ങളുടെ വർക്ക് തീരുന്നില്ലെന്നാണ് സത്യം. സാലറി ഉണ്ട്. ഞങ്ങൾക്ക് അതൊരിക്കലും ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാലറി ആയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ, ഞങ്ങൾ പറഞ്ഞ ഒരു സാലറി ഞങ്ങൾക്ക് കിട്ടുന്നവരെ അത്ര തന്നെയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കും അവരുടെ അത്ര സാലറി ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു സാലറി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി തന്നെ നിൽക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്ത് തന്നെ വർക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി ഇട്ടിട്ട് പോകാനായിട്ടും താല്പര്യമില്ല. അതും വേറൊരു കാര്യമാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ് ഞങ്ങൾ എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും. പിന്നെ എല്ലാവരും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് നമ്മൾ കാണുന്ന പോലെയല്ല. എല്ലാവരുടെയും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ സാലറി കൊണ്ടൊന്നും ഞങ്ങൾക്ക് പറ്റുന്നതല്ല. അതായത് ഇവിടെ സാധാരണ ഒരു കൂലിപ്പണിക്കാരനോ ഇനി അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്ന അവർക്ക് ലഭിക്കുന്ന ഒരു വേതനം പോലും, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന ഒരു വേതനം എന്ന് പറയുന്നത് മിനിമം ഒരു ദിവസം ഒരു 1300 രൂപയെങ്കിലും ലഭിക്കണം എന്നുള്ളത് മാത്രമാണ് അവരാവശ്യപ്പെടുന്നത്. അതായത് ഒരു മാസം ഒരു 40,000 രൂപ അത് കൊടുക്കാൻ തയ്യാറല്ല. അതായത് ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ജനറൽ നേഴ്സാണെങ്കിലും BSc നേഴ്സൊക്കെ ആണെങ്കിൽ തന്നെയും അവർ 4-4.5 വർഷക്കാലം അവർ ശരിക്കും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അവർ നേഴ്സ് എന്ന ലേബലിലെങ്കിലും അവർ പുറത്തേക്ക് വരുന്നത്. അതേ സ്ഥാനത്ത് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, അവരെ ഒരു MBBS ഡോക്ടർ ഒരു 5 വർഷ കോഴ്സാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടർമാരും നേഴ്സുമാരും തമ്മിലുള്ള ആ ഒരു അന്തരം സാമൂഹികപരമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ വേർതിരിവുണ്ടെന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കൂടെ ഏതാണ്ട് ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു ക്ലർക്കും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സീനിയർ സൂപ്രണ്ടും പോലുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറും ഒരു നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ പൊതുവെ നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ കേരളത്തിൽ നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ക്ലർക്കിൻ്റെ പോസ്റ്റും ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സബ് കളക്ടറുടെ പോസ്റ്റും എന്ന ഒരു ലെവലിലേക്ക് അത്ര ഒരു അന്തരം രീതിയിൽ ആണ് പൊതുവെ നമ്മുടെ ഈ കേരള സമൂഹത്തിൽ കാണിക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഈക്വലാണ് താനും. അവിടെ നേഴ്സോ ഡോക്ടറോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരെക്കാൾ കൂടുതൽ അവിടെ നേഴ്സുമാർക്കാണ് പൊതു സമൂഹത്തിൽ മതിപ്പ് നൽകുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു വരുന്ന ഒരു നേഴ്സിന് മിനിമം ഒരു 1300 രൂപയെങ്കിലും ഒരു ദിവസം വേതനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുന്നതിനോളം വലിയ ക്രൂരത എത്രമാത്രമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആ ഒരു സേവനം അല്ല അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ രോഗികളുടെയും അവരുടെ
എന്താ പറയുക, അവരുടെ ഏറ്റവും മലവിസർജനം വരെ അവർ ശരിക്കും പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അവർ തന്നെ അത് കൈകാര്യം ചെയ്യുന്നു. അതുപോലെ എത്ര ജീർണിച്ച മുറിവുകളാണെങ്കിലും ഏതെല്ലാം രീതിയിലൊക്കെ ആണെങ്കിലും അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ മാനേജ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ ലോൺ എമൗണ്ട് എങ്ങനെയാ വരുന്നത്. ഇതെല്ലാം കൊടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറയാൻ ഒന്നുമില്ല സത്യത്തില്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് കണ്ട് ആ പോസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് കരുതിക്കൊണ്ടാണ്, മറ്റൊന്നുമല്ല. അവരുടെ ഒരു വേദന ഒരു നേഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അദ്ദേഹം കോട്ടയംകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കേരളത്തിലുള്ള കംപ്ലീറ്റ് രൂപതകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പരാമർശിക്കുന്നത്. രൂപത എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ രൂപതേനെ പൊതുസമൂഹം ഒരു മറ്റൊരു സർനെയിം കൊടുത്തുകൊണ്ട് പറയുന്നത് രൂപത അല്ലേ, അതാണ് രൂപത എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നേഴ്സുമാരെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് ആ ഒരു ഇരട്ടപ്പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കത്തൊന്ന് വായിക്കാം. ഇന്ന് കേരളത്തിലെ നേഴ്സുമാർ തെരുവിലിറങ്ങിയിരിക്കുന്നു. ആഡംബര ജീവിതം ചോദിക്കാനല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാന ശമ്പളം ചോദിക്കാനാണ് രാത്രിയും പകലും രോഗികളുടെ വേദനയിൽ കാവലിരുന്ന കൈകളാണ് ഇന്ന് നീതിക്കായി തെരുവിൽ നിൽക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഒരു നേഴ്സിൻ്റെ സ്വപ്നം എന്താണ്? അവളുടെ കുട്ടികൾക്ക് ഒരു നേരം നല്ല ഭക്ഷണം, അവർക്കായി നല്ല വസ്ത്രങ്ങൾ, സാമാന്യം വിദ്യാഭ്യാസം, ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ഒരു മാസം കടന്നു പോകാൻ കഴിയുന്ന ജീവിതം, മഴ പെയ്താൽ ചോരാത്ത ചെറിയ വീട്, ഇത്രയേ ഉള്ളൂ അവരുടെ സ്വപ്നങ്ങൾ. വർഷങ്ങളോളം പഠിച്ച് മനുഷ്യരുടെ ജീവൻ കാക്കാൻ ജീവിതം സമർപ്പിച്ചവർക്ക് പോലും മാന്യമായ ശമ്പളം ചോദിക്കാൻ തെരുവിലിറങ്ങേണ്ടി വരുന്ന അവസ്ഥ, അത് നമ്മുടെ സമൂഹത്തിൻ്റെ വേദനാജനകമായ സത്യമാണ്. ഒന്നുകൂടി ഓർക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബലഹീന നിമിഷങ്ങളിൽ, ജീവിതവും മരണവും തമ്മിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ അവൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നവരിൽ ഒരാൾ നേഴ്സാണ്. അത് മറക്കരുത്. ഇന്നത്തെ കാലത്ത് വീട്ടുജോലിക്കാർക്ക് പോലും 25,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്ന സാഹചര്യത്തിൽ വർഷങ്ങളോളം നേഴ്സിംഗ് രംഗത്ത് പഠിച്ച് രംഗത്തേക്ക് വരുന്നവർക്ക് മാന്യമായ വേതനമെങ്കിലും ലഭിക്കേണ്ടത് അവകാശമല്ലേ? ഒരു നേരം ഭക്ഷണത്തിനായി പോലും ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവർ, വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നേഴ്സിൻ്റെ കുടുംബം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കാണാനാകാതിരിക്കും. പക്ഷേ രോഗിയുടെ കിടക്കക്കരികിൽ നിൽക്കുന്ന ആ നേഴ്സിൻ്റെ പിന്നിലും ഒരു കുടുംബമുണ്ട്, ഒരു അമ്മയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ വേദനയും അവരുടെ പ്രതീക്ഷയും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ബൈബിൾ മൂല്യങ്ങൾ, ഇത് ബൈബിൾ മാത്രമായിട്ട് എടുക്കേണ്ട, എല്ലാ മതവിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എങ്കിലും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം അങ്ങനെ ആവർത്തിച്ച് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ബൈബിൾ മൂല്യങ്ങൾ, കരുണയും നീതിയും, അത് വാക്കുകളിലല്ല പ്രവൃത്തിയിലൂടെ കാണിക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ ഒരു തീരുമാനം നൂറുകണക്കിന് കുടുംബങ്ങളുടെ കണ്ണീർ തുടയ്ക്കും. നിങ്ങളുടെ ഒരു കരുണ അനേകം വീടുകളിൽ പ്രതീക്ഷയുടെ വിളക്കായി തെളിയും. ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നാളെ ചരിത്രം പറയും. നേഴ്സുമാരുടെ കണ്ണീർ തുടച്ച സഭയായി എല്ലാ രൂപതയും എന്നും ജനങ്ങൾ വാഴ്ത്തും എന്നുള്ള ഒരു സന്ദേശമാണ് ആ കത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കത്തെഴുതിയിരിക്കുന്ന സ്നേഹപൂർവ്വം ജോബി ഐത്തിൽ എന്ന ഒരു നേഴ്സാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇത് നേഴ്സുമാരുടെ മൊത്തത്തിലുള്ള ഒരു പരിദേവനമായിട്ട് കണ്ടുകൊണ്ട് എല്ലാ രൂപതകളും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സും ഇത് ശരിക്കും ഒന്ന് സ്വീകരിക്കുക, ഇത് ഉൾക്കൊള്ളുക. ഞാനിപ്പോൾ ഇവിടെ 10 മാസമായി, ഞാൻ ഫ്രഷറാണ്, ഞാൻ ഈ കൊല്ലം പഠിച്ചിറങ്ങിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സാലറി കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കൊണ്ട് വീട്ടിലെ കാര്യം ലോൺ അടച്ചെടുക്കുക, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ബാക്കി ചിലവൊക്കെ ആകുമ്പോൾ നമുക്ക് തീരെ എത്തുന്നില്ല. നമ്മൾ അതായത് ഇത്ര കോഴ്സ് ഏകദേശം 8 ലക്ഷത്തിന്റെ അടുത്താണ് നമുക്ക് പഠിച്ചിറങ്ങാൻ വരേണ്ടത്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നമുക്ക് കിട്ടേണ്ടത്, അപ്പോൾ നമുക്ക് തിരിച്ചടക്കണം വേണം. അതുപോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ തന്നെ ഒരു റിസ്കിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ തന്നെ റിസ്കിലാണ് നമ്മൾ ഇവിടെ ജോലിക്ക് കയറേണ്ടത് തന്നെ. ഐ മീൻ ഇത്രയധികം അസുഖങ്ങളുണ്ട്, അതിനൊക്കെ കിട്ടാൻ ഒരു റിസ്ക് നമുക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഒരു
ഭൂരിഭാഗം സമയം നമ്മൾ ഹോസ്പിറ്റലിലാണ് ചെലവഴിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള ജോലികൾ നമുക്കുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ആ ഒരു ജോലിക്ക് പറ്റിയ ഒരു വേതനമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നല്ല ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നേഴ്സുമാരെ നിങ്ങൾ മാലാഹമാരെ ഒന്ന് പാടി പുകഴ്ത്തിയിട്ട് കാര്യമില്ല. മനുഷ്യരായി കണ്ടുകൊണ്ട് ഒരു മാനുഷിക പരിഗണനയെങ്കിലും നൽകുക. ഇത് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി.